ഇന്നേ നമ്മളൊരു സോയാബീൻ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഇത് എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ വെക്കുന്നത്. കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് ഉള്ളിലോട്ട് നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ബീഫിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ കറക്റ്റ് നമുക്ക് കിട്ടും ഈ രീതിയിൽ നമ്മളൊരു മസാല ഉണ്ടാക്കുന്നത്. സിമ്പിളാണ്. ആദ്യമായിട്ട് ഒരു ചീനിച്ചട്ടി വയ്ക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ സാധാരണ ചിക്കൻ കറിക്ക് ചെയ്യും പോലെ തന്നെയാണ് കേട്ടോ. ഉള്ളി നന്നായിട്ട് മൂപ്പിക്കണം. ഉള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം കേട്ടോ. അത് ഞാൻ ചേർത്തിട്ടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് പിന്നെ മസാല എന്ന് പറയാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്താലും മതി. ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളിയും ആഡ് ചെയ്തിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഇത് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ച സോയാബീനാണ്. എന്നാൽ പോലും അത് പിഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ മസാല നന്നായിട്ട് ഉള്ളിൽ പിടിച്ചിട്ട് നല്ല ഒരു ഫ്ലേവർ ആ മസാലയ്ക്ക് കിട്ടും. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ വറ്റി വരുമ്പം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടുക. ഇട്ടതിന് ശേഷം വീണ്ടും കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുമ്പം സോയാ സോസ് ഇല്ലേ, നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കുക, ചിക്കൻ ഫ്രൈയും ബീഫൊക്കെ ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പം സോയാ സോസൊക്കെ ചേർക്കാറില്ലേ, കുറച്ച് സോയാ സോസ്. ആ സോയാ സോസാണ് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കുന്നത്. ആ സോയാ സോസും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ സോസൊക്കെ ഒഴിച്ച് ഞാൻ അങ്ങനെ അധികം വീഡിയോസൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ.